ഞാൻ തന്നെയാ, പേടിക്കണ്ട. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹായ്, ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ഗെറ്റ് അൺറെഡി വിത്ത് മീ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോവാ ഗൈസ്. കാരണം ഒരുങ്ങാൻ മാത്രം പോലെ ഒരുങ്ങിയതിന് ശേഷം അതിനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തുകൊണ്ട് അവനവൻ്റെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കാന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ട് സോ ഇന്ന് നമ്മൾ റെഡി ആവാൻ പോണതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടി വിഴുങ്ങാൻ മാത്രം വരരുത്, ഫംഗ്ഷന് മുന്നേ തന്നെ എത്തിക്കൊള്ളുന്നത്. ഓൾറെഡി നമ്മൾ നല്ല ലേറ്റ് ആണ്. അപ്പം നേരെ വയ്ക്കണം, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, വേഗം തന്നെ റെഡി ആവാം. അപ്പോൾ വോയിസ് ഓവർ സ്റ്റാർട്ട്. നെയിൽസ് കാണിക്കേണ്ട കാര്യത്തിന് ഒരു ലേറ്റ് ആവലില്ലല്ലേ. ആക്ച്വലി ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണം. നഖം വെട്ടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വെട്ടേണ്ട, കുറച്ച് റോളടിയും കൂടെ ആയിക്കോളല്ലോ. അപ്പോൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തേക്കാന്നുള്ളത് ഈ ഒരു ബാഡ് കമ്പനിയുടെ ഞാൻ ഓൾറെഡി നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ഒരു ഷോർട്ട് വീഡിയോയിലിട്ടാ. സോ അത് തന്നെയാണ് റീ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഫേസ് ഒക്കെ ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്. കുളിച്ച അവസ്ഥയായിട്ട് തോന്നില്ല, കാരണം തല കഴുകിയിട്ട് 4 ദിവസമായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഈ ഒരു ആക്നെ പാച്ച് അപ്ലൈ ചെയ്യണം. കാരണം മാങ്ങ കഴിച്ചിട്ട് ചൂട് പൊങ്ങിയത്. സാധാരണ അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് മാങ്ങ കഴിച്ചാൽ ചൂട് വരില്ലല്ലോ. പക്ഷെ ആർത്തിപ്പണ്ടാരം വെയിറ്റ് ചെയ്തില്ല ഗൈസ്, അങ്ങോട്ട് വെട്ടി മുറിച്ച് തിന്ന് അതിൻ്റെ ഉണ്ടായ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പം ഞാനിവിടെ സൺസ്ക്രീനാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ ഒരു മനസ്സുമില്ല സത്യം പറഞ്ഞാൽ. ആൻഡ് ഒട്ടുക്കത്ത ചൂടാണ് ഗൈസ് അഹമ്മദാബാദിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക പ്രൈമർ പോലും അപ്ലൈ ചെയ്യാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. പക്ഷേ പോഴ്സൊക്കെ ഇങ്ങനെ പറയുക എൻലാർജായിട്ടിരിക്കുകയായിരുന്നു. വെച്ചാൽ ഭയങ്കര ഇങ്ങനെ പുഴുങ്ങൽ അവസ്ഥയല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് നോസിൻ്റെ അപ്പുറം ഇപ്പുറം ചിഹ്നമ മാത്രം അപ്ലൈ ചെയ്തേക്കാവുന്ന എന്താ പറയുക പോഴ്സൊക്കെ നന്നിട്ടൊന്ന് ബ്ലർ ആക്കാനായിട്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് മേക്കപ്പ് ചെയ്യണത്. യെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ ഈ ഒരു ഫൗണ്ടേഷൻ കൺസിലറൊക്കെ അപ്ലൈ ചെയ്യണതിട്ടാ. അപ്പം എനിക്ക് വിശ്വസനീയമായിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഈ ഒരു മാമർത്തിൻ്റെ കൺസിലർ ആട്ടാ ഞാൻ യൂസ് ചെയ്യണം. അതായിരുന്നു റെഗുലർലി അല്ലെങ്കിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്ന ഷെയ്ഡ് നമ്പർ 3 ആൻഡ് ഡെമാക്കോൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഐ ഗെസ് ബേജ് ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, കഴുകിയിട്ട് കാലം മറന്നത് കൊണ്ടാണ്. പക്ഷേ ഞാൻ പിന്നെ എന്തെങ്കിലും അവിടെ വന്നിട്ട് തിരിച്ച് വന്നിട്ട് നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആക്ച്വലി ഫംഗ്ഷന് പോകുമ്പോഴും അവിടെ വെച്ച് എനിക്ക് ഈ പതുക്കെ ഇച്ചിങ് ഉണ്ടാവുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലുണ്ടായിരുന്നു സംഭവം ബ്രഷിൻ്റെ നല്ല പണി കിട്ടാൻ പോകരുതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ ബ്രഷ് യൂസ് ആയിട്ട് തന്നെ ഫൗണ്ടേഷൻ ഫുൾ കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഈ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ലൂസ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യണത്. കുറച്ച് എടുത്തിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ബേക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണം. കാരണം ഈ ഒരു കാലാവസ്ഥയിൽ ബേക്കിംഗ് മാത്രമേ സംഭവം ഒളിച്ച് എന്നാൽ മാത്രമേ മേക്കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് ആകാണ്ടാകുള്ളൂ കേട്ടോ. സോ യെസ്, അപ്പം നന്നായിട്ട് ഞാൻ ഫുൾ ഫേസിൽ അങ്ങോട്ട് എന്താ പറയുക പൗഡർ ഇട്ട് പൂശിയില്ല. ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്കിൻ ഡ്രൈ ആണ്. പിന്നീട് അത് ക്രാക്ഡ് ആയിട്ട് തോന്നണേക്കാട്ടും ബെറ്ററാണ് കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്യണത് സ്റ്റേജിൻ്റെ. സോ യെസ്, അപ്പോൾ അതേ ലിപ്സ്റ്റിക്ക് ഞാൻ ലിപ്സും അപ്ലൈ ചെയ്തു, ചിക്സും അപ്ലൈ ചെയ്തു. ആൻഡ് ഭയങ്കര സമയം നമുക്കുള്ളത് കൊണ്ട് ഞാൻ ഐ ഷാഡോ പാലറ്റൊന്നും യൂസ് ചെയ്യാൻ പോയില്ല. അത് തന്നെ ഐസമേ അപ്ലൈ ചെയ്ത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ മോണോട്ടോനായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ യെസ്, അല്ലാണ്ട് ഇവിടെ ഒട്ടും ലേറ്റ് ആയിട്ടില്ല കേട്ടോ നമ്മൾ. പ്ലീസ് ഗൈസ്, ഒരു ലാഷ് കർലറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 300 രൂപയുടെ അകത്ത് നല്ലൊരു ലാഷ് കർലർ കിട്ടണതാണ്. ആൻഡ് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലാഷസിൻ്റെ ഗെയിം ചേഞ്ച് ആവുന്നത്. ആൻഡ് ഈ ഒരു പുതിയ ടെക്നിക്ക് ആട്ടം ഞാൻ എപ്പോഴും ഇപ്പോൾ ചെയ്യണത്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ലാഷ് കേൾ ചെയ്യുമ്പോൾ എല്ലാ ലാഷസും ലാഷ് കർലറിൽ പതിയാറുണ്ട്. ഈ ലുക്ക് അറ്റ് മൈ ന്യൂ ഫേവറേറ്റ് മസ്കാര ഗൈസ്. ഈ ഒരു പർപ്പിൾ മസ്കാര ചിൽ, ഡോണ്ട് വറി, ഇതിനകത്ത് സംഭവം ബ്ലാക്ക് തന്നെയാണ്. സോ ഇതാണ് സ്റ്റേസ് മസ്കാര, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയാണ്. ആൻഡ് ഈ മോൺസൂൺ സീസൺ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് വാട്ടർ പ്രൂഫ് മസ്കാരാസ്. പക്ഷേ അതിൻ്റെ റിമൂവൽ പ്രൊസീജിയർ എൻ്റെ പ്രാണം കളയാറുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ റിമൂവൽ പ്രൊസീജിയർ കുറച്ച് യൂണിക് ആണ് കേട്ടോ. അപ്പോൾ അൺറെഡിയുടെ സെഷൻ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട്. ലുക്ക് അറ്റ് ദിസ്, എന്തൊരു ഡിഫറൻസ് നമ്മുടെ ലാഷസിനെ കൊണ്ടുവരണം നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് ലാഷസ് അപ്ലൈ ചെയ്യില്ല, അതിനെക്കാട്ടും നല്ല നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താ പറയുക ലാഷസിനെ വറുത്ത് വച്ചേക്കണ രീതിയിലായിട്ടല്ല കേട്ടോ ഒട്ടി ഒരു മസ്കാര ഇരിക്കണം. എനിക്ക് പൊളിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ലൈറ്റ് വീഡിയോ ഇതൊക്കെ ബെസ്റ്റ്. ആൻഡ് അതിൻ്റെ ബാക്കി പ്രോഡക്റ്റ് ആ ബ്രഷും ഇരുന്നില്ല, അത് വെച്ചിട്ട് തന്നെ ഞാൻ ഐബ്രോസും സെറ്റ് ചെയ്തു. ശ്രദ്ധിച്ച് മേക്കപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഗ്ലോയിൻ്റെ കുറവ് അവിടെ ഫീൽ ആയിട്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ അല്ലെങ്കിൽ ഒരു ലൂമി ക്രീം അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പുഴുങ്ങൽ ചൂടായത് കൊണ്ട് എനിക്ക് ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ ത്രാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലൂമി ക്രീമാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് അത് കമ്പാരിറ്റീവ്ലി വളരെ ലൈറ്റ് വെയ്റ്റഡ് അല്ലേ ആൻഡ് നല്ല ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ ഗ്ലോവും തന്നതാണ്. ബിക്കോസ് ഡേ ടൈം ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താ പറയുക ആ ഒരു ഇടിവെട്ട തിളക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ
എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗൗൺ മീഷോ നിന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി ഇതിൻ്റെ ഫിറ്റിംഗ് അമേസിംഗ് ആണ്, ഇതിൻ്റെ സ്ലീവ്സ് അമേസിംഗ് ആണ്. ഷർട്ട് കൈൻഡ് ഓഫ് ഇങ്ങനെ ബട്ടൺ സ്ലീവ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ നെക്ക് ലൈൻ ആണ് വളരെ ക്യൂട്ട് ആൻഡ് പ്രിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഷിമറി പെർഫ്യൂം ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. സംഭവം എനിക്ക് യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ബോഡി ലോഷനിൽ ഹൈലൈറ്റർ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ പിന്നെ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ എൻ്റെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ പോയത്. അപ്പോൾ ഡ്രസ്സ് മെനക്കെടണ്ടെന്ന് ചോദിച്ചാൽ വേഗം തന്നെ അതിനെ നോർമലി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു ഷൈൻ കാണുന്നുണ്ടല്ലേ. പക്ഷെ നേരെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ആയിട്ട് ആൻഡ് ഫോട്ടോസിലും എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമെന്ന്. ഓക്കെ, അപ്പോൾ അതിനെ റിസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് മണത്തപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ അണ്ണാ കടിച്ചു പോയി. നെക്സ്റ്റ് നിമിഷം തന്നെ ചതി സംഭവിച്ചു. സംഭവം ഈ പെർഫ്യൂം നല്ലതായിരുന്നു, പക്ഷെ ഇതിൻ്റെ നോസിൽ അത്രയും ശരിയല്ലായിരുന്നു. കുറച്ചിങ്ങനെ മിസ്റ്റി ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഇല്ലേ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കൈമൊക്കെ തിളക്കം പിടിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മേക്കപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സോൺ ഔട്ട് ആയി. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യണം എന്നുള്ളത് സാധാരണ മേക്കപ്പ് ചെയ്യേണ്ട ഇടയ്ക്ക് ആലോചിക്കണം. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രോപ്പർ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യണം. അപ്പോൾ ഷൂട്ട് ചെയ്യേണ്ട ഇടയ്ക്ക് ഞാൻ സാധാരണ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നാണ് ആലോചിക്കാറ്. ഇന്ന് ഞാൻ ആലോചിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ 3-4 ദിവസമായി തല കഴുകിയിട്ട്. അപ്പോൾ മുടി ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള അവസ്ഥയാണ്. എന്ത് ചെയ്യുന്നുള്ളൊരു എന്തെന്നാ പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ആദ്യം വിചാരിച്ച് മുടി ചെയ്യാവുന്ന ജട എടുത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. കാരണം നമ്മുടെ ഡ്രസ്സും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്ക് ലൈൻ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ മുടി നന്നായിട്ടൊന്ന് ചീകി. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് സിറമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിറം അപ്ലൈ ചെയ്ത് ചീകി വന്നപ്പോൾ മൈൻഡിൽ കുറച്ച് ഒരിത് വന്ന് എന്ത് ചെയ്യണമെന്നായിട്ട്. അപ്പോൾ വോളിയം കുറച്ചും കൂടെ കിട്ടാനായിട്ട് ഞാൻ മുടിയെ മുമ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചീകി. അപ്പോൾ മുടി ഇവിടെ നല്ല സ്റ്റിക്കിയാണ്. ആസ് യു ഗൈസ് ക്യാൻ സീ. ഇങ്ങനെ തന്നെ പോയാലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഈ ഒരു ചൂടിൽ എനിക്ക് അതിനുള്ള എന്തായാലും ശക്തിയില്ല. അപ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിച്ച് തുടങ്ങി ഗൈസ്. എന്ത് ചെയ്യുമെന്നായിപ്പോയി. കുന്തം പോണി കെട്ടി ഓടിയാലോ എന്നാണ് എനിക്ക് പിന്നെ തോന്നിയത്. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു 1-2 ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് വച്ചോക്കാം. കാരണം ഓൾറെഡി ഞാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് 1-2 ഹെയർ സ്റ്റൈൽ നോക്കാം. പക്ഷേ ആദ്യത്തേൽ തന്നെ എനിക്ക് എന്താ പറയുക കുറച്ച് ബെറ്റർ ആയിട്ട് ഫീലായി. കാരണം എൻ്റെ മുടി ഓൾറെഡി സ്റ്റിക്ക് ആയതുകൊണ്ട് ഈ ഹോൾഡ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമില്ല. ഓൾറെഡി അത് എന്താ പറയുക ഞാൻ എങ്ങനെയാണ് വിരലിട്ട് തിരിക്കുക മുടി ആ ഷേപ്പ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മുടി ഇങ്ങനെ കെട്ടി. പിന്നെ എൻ്റെ ഉള്ള ആ കമ്മലില്ലേ സ്റ്റഡ് കമ്മൽ അത് കുന്തൂരാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട ഈ ലെയർ നെക്ലെസ് മാത്രം ഇട്ടിട്ട് പോകാന്നുള്ളത്. പിന്നെ ഭാഗ്യം ഞാൻ കുറച്ച് ശക്തി പിടിച്ചും കൊണ്ട് ഊരി. കാരണം നല്ല ഫോട്ടോ കിട്ടേണ്ടതല്ലേ അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേൾ ലെയർ നെക്ലെസ് ആൻഡ് പേൾ ലൂപ്പ് ഇയറിംഗ് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം ഈ ഒരു വാച്ച് ഇട്ടു. ആൻഡ് ഈ ഒരു ഇവിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു ടീൽ കളറായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ അപ്പുറത്തെ കയ്യിലോട്ട് ഓൾറെഡി എൻ്റെ ലെഫ്റ്റ് കൈമ റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ കൈമ ഈ ഒരു വി ഷേപ്പ് റിങ് ഇട്ട്. ഈ എല്ലാം ജ്വല്ലറീസ് ഓൾറെഡി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെയിൻറ്റി ജ്വല്ലറി ഹാളിൽ. അപ്പോൾ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പാത്രം കഴുകിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു എന്താ പറയുക വീഡിയോ ഷൂട്ട് ചെയ്യാനിരുന്നു. എൻ്റെ കൈ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. യൂസ് ചെയ്ത് ആക്ച്വലി ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്ത ഹാൻഡ് ക്രീം എനിക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ സ്മെൽ നല്ല കാരമലി സോൾട്ടി സ്മെല്ലാണ്. അതുകൊണ്ട് ജസ്റ്റ് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ആൻഡ് കൈ കുറച്ച് വൃത്തിയായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലിംഗ് ബാഗ് യെസ് നാട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നു. അതാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ക്യാരി ചെയ്തത്. ആൻഡ് ഈ ഒരു ഷൂ ഷേപ്പ് ആയിട്ടുള്ള പോയിന്റഡ് ഹീൽ സാൻഡലാണ് ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് സ്ക്രീൻ തിരിച്ചു. ആൻഡ് നമ്മുടെ ഫുള്ള് എനിക്ക് ശരിക്കും ഈ ഒരു ഡ്രസ്സ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. കാരണം ചില സമയത്ത് ഡ്രസ്സ് നല്ലതായിരിക്കും, ഫിറ്റിംഗ് കൊള്ളിലായിരിക്കും, ഫിറ്റിംഗ് നല്ലതായിരിക്കും, കളർ ബോറായിരിക്കും. ഈ ഒരു ഷൂ പോലത്തെ സാൻഡിൽ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാല് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒട്ടുമേ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും സത്യാവസ്ഥകൾ അറിയുമില്ല. നമുക്ക് റോൾ അടിക്കാനും പറ്റും. ഡ്രസ് ബൈ ദ വേ ജോർജറ്റ് മെറ്റീരിയൽ ഭയങ്കര ചൂടെടുക്കുന്ന സീൻ ഉണ്ടായിരുന്നില്ല. കാരണം ചെന്നെത്തിയെടുത്ത് എന്തായാലും AC ആയിരുന്നല്ലോ. മതി മോളെ കിടന്നിളക്കിയത്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണെന്നുള്ളൊരു ശ്രദ്ധ വേണം. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഐ ആം ബാക്ക്. എത്ര പ്രാവശ്യം ഈ മോന്തേമ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് തിരുമിയെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ബിക്കോസ് ഞാൻ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയെന്ന് തന്നെയല്ല, ആക്ച്വലി മറന്നുപോയത് നന്നായി. ഞാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യില്ലായിരുന്നേ. ബിക്കോസ് നമുക്ക് മസ്കാരയുടെ വാട്ടർ പ്രൂഫ് ടെസ്റ്റിംഗ് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ കുറേ വെള്ളം ഓൾറെഡി ഞാൻ കുടിച്ചിരുന്നു. പക്ഷേ ഇവിടെയും കുടിച്ച് അത്രയും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ചൂട് ഇത്തവണ ആദ്യം തന്നെ മഹാ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഈ മുടി ഒന്ന് കെട്ടി വയ്ക്കുക. അതൊന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ തന്നെ കുറേ സ്വൈര്യം കിട്ടും. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ജ്വല്ലറീസ് റിമൂവ് ചെയ്യാം. കാരണം അത്യാവശ്യം അതുമ്പോൾ വേർപ്പ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഞാൻ നന്നായി തുടച്ചുവിട്ട് ആദ്യം തുണി വെച്ചിട്ട് തന്നെ ഇട്ടേക്കണം. ഈ തുണി വെച്ചിട്ട് തന്നെ യെസ്. എന്നിട്ട് എൻ്റെ ജ്വല്ലറി ബോക്സ് ഫ്രീ കിട്ടിയത് പറഞ്ഞില്ലായിരുന്നു മറ്റേ വീഡിയോയിൽ. അതിലേക്ക് എല്ലാം എടുത്ത് അപ്പം തന്നെ വെച്ചു. കാരണം തണുപ്പും കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് കളർ പോവില്ല. പക്ഷെ ഒന്നും കൂടെ നമുക്ക് 2 കൊല്ലം കൂടെ എക്സ്ട്രാ നീട്ടി കിട്ടുമല്ലോ
അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാത്റൂമിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസ്കാരയുടെ വാട്ടർ പ്രൂഫ് ടെസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് തൊട്ട് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ലാഷസ് നിന്ന് ഊരിപ്പോരണം. നമ്മുടെ ലാഷസിന് ഒരു കുഴപ്പം വരില്ല, ഡോണ്ട് വരി. ഞാനത് ശരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ജസ്റ്റ് നമ്മളൊന്ന് തൂത്ത് തുടച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റ് കൊണ്ട് ഗൈസ് ഫുൾ മസ്കാര റിമൂവ് ആവണതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കണ്ണുമ്പോൾ ചെയ്തപ്പോഴാണ് എനിക്ക് ട്രിക്ക് ശരിക്കും ഒന്നും കൂടെ മനസ്സിലായത്. നമ്മളൊന്ന് വെള്ളം ഒരു 10 സെക്കൻഡ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കണം, നന്നായിട്ട് കംപ്ലീറ്റ്ലി അത് റിമൂവ് ആവണതാണ്. ആ ബേസിക് സംഭവം ആക്ച്വലി ഐബ്രോസ് ഞാൻ റിമൂവ് ചെയ്യാൻ മറന്നുപോയി. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തും കൊണ്ട് ഫുൾ മേക്കപ്പ് റിമൂവ് ചെയ്യണം. കാരണം കുറേ നാൾക്ക് ശേഷം മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്കിന്നിന് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം ആ ശീലം വിട്ടു പോയത് കൊണ്ടേ. അപ്പോൾ നന്നായിട്ട് ഞാനൊരു 2 മിനിറ്റ് വരെ മസാജ് അങ്ങോട്ട് ചെയ്ത് ഈ ഒരു മേക്കപ്പ് റിമൂവർ പാഡ് യൂസ് ചെയ്ത് ഫുൾ തൂത്ത് തുടച്ച് കൊടുത്ത് ഞാൻ പോയി നല്ലൊരു കുളിച്ചു ഗൈസ്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. കുളി മീൻസ് ഓൺലി മേല് കഴുകൽ, തല വീണ്ടും കഴുകിയില്ല, ഇനി നാളെ കഴുകാം. എന്നിട്ട് വന്നിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു. ഞാൻ ജസ്റ്റ് കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ഒരു സാലിസിലിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യണം. കാരണം ആക്നെ പിമ്പിൾസ് ഒട്ടുമേ ഇല്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു യൂറിയ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബിക്കോസ് ഇത് ലൈറ്റ് വെയ്റ്റഡ് ആണ് ആൻഡ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണതുമാണ്. അപ്പോൾ ഫുൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തും ആക്ച്വലി സെറമൈഡ് ഉണ്ട് കേട്ടോ. ഞാൻ സെറമൈഡ് ടോണറാണ് കേട്ടോ ബൈ സിറമിന് മുന്നേ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ സെറമൈഡ് കമ്പാരിറ്റീവ് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ബാരിയറിനെ എന്താ പറയുക ഹെൽത്തി ആക്കാനായിട്ട്, സ്കിന്നെ ഹെൽത്തി ആക്കാനായിട്ട്. പിന്നെ കുറച്ച് ബോഡി മിസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ശരി, ഞാൻ ഇനി പോയി കിടന്ന് ഉറക്കട്ടെ. ഇന്നത്തെ വീഡിയോ എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് പറയാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ലുക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. Bye-bye.